ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായി റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ ജീവിതത്തിലോട്ട് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ആദ്യത്തെ കാർഡ് നമുക്ക് കിട്ടിയത് 7 ഓഫ് വാൻഡ്സ് ആണ്. പിന്നെ രണ്ടാമത്തത് 5 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് മൂന്നാമത്തത് ഇന്ന് ഞാൻ 3 കാർഡ് വീതം നോക്കാം കേട്ടോ. മൂന്ന് കാർഡ് വീതം എടുക്കാം. അപ്പോൾ ആദ്യം കിട്ടിയത് 7 ഓഫ് വാൻഡ്സ്, 5 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 5 ഓഫ് കപ്സ് ആണ്. ഇവിടെ കോമൺ ആയിട്ട് ശ്രദ്ധിച്ചപ്പോൾ 5 ഓഫ് കപ്സ്, 5 ഓഫ് പെൻഡക്കിൾ, 7 ഓഫ് വാൻഡ്സ്, 5ഉം 7ഉം റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട്. 5 എന്ന് വെച്ചാൽ ചേഞ്ച്, മാറ്റം, ഫ്രീഡം, അതായത് സ്വാതന്ത്ര്യം, ട്രാൻസ്ഫോർമേഷൻ. അതായത് ഇറ്റ്സ് ലൈക്ക് എ കോൾ ടു അഡാപ്റ്റ് ആൻഡ് ബി ഫ്ലെക്സിബിൾ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുക, അതുപോലെ ഫ്ലെക്സിബിളായിട്ടിരിക്കുക എന്നാണ് എനിക്കിന്ന് മനസ്സിലായത്. 7 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സ്പിരിച്വൽ, ആത്മീയമായിട്ടുള്ളൊരു വളർച്ച, ഒരു ആത്മപരിശോധന, അതുപോലെ ആന്തരിക ജ്ഞാനം, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് ന്യൂമറോളജി പ്രകാരം എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ നിങ്ങൾ നല്ലതുപോലെ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കാർഡിൻ്റെ മീനിങ് നോക്കാം. ഈ 3 കാർഡും എനിക്കിവിടെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നിങ്ങൾ പല രീതിയിലുള്ള ചാലഞ്ചസിലൂടെ പോകുന്നു എന്നാണ്. നിങ്ങൾ പലപ്പോഴും സ്വയം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണത്. നിങ്ങൾ ഒറ്റയ്ക്കായി പോലത്തെ ഒരു ഫീലിംഗ് ആണ് മനസ്സ് നിറയെ. ഇവിടെ ടാരോട്ട് പറയുന്നത് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത് എന്നാണ്. പകരം ഫോക്കസ് ഓൺ, ഇപ്പോൾ എന്തൊക്കെയാണോ നടക്കുന്നത് അതിനെ ഫോക്കസ് ചെയ്യൂ. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്, അവരെ കുട്ടികളെ ഒന്നും നോക്കുന്നില്ല, ആ ഒരു സ്ഥിതിയിലാണെങ്കിൽ പക്ഷേ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ നിങ്ങൾ കാണണം. ഫോക്കസ് ഓൺ കറണ്ട് സിനാരിയോ, അവരുടെ കൂടെ നിൽക്കുക. ഒരു നല്ല പാരൻ്റ് ആവാൻ എന്തെല്ലാമാണ് സാധ്യതയെന്ന് അന്വേഷിക്കുക. പോണവരെല്ലാം തിരിച്ചു വരും ഒരിക്കൽ, ചിലപ്പോൾ താമസിക്കുമായിരിക്കും, പക്ഷേ അപ്പോഴും നിങ്ങൾ കരഞ്ഞിരിക്കരുത്. വരുമ്പോൾ അവരെ വേണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പാകത്തിന് സ്ട്രെങ്ത് നേടുക. ഓക്കെ, കാണുന്നവർ ജെൻസ് ആണെങ്കിൽ തിരിച്ചെടുക്കുക. ഓക്കെ, ഇപ്പോഴുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് ഒരു 1-2 സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുക. നിങ്ങളുടെ ബന്ധത്തിൽ എവിടെയോ പാരമ്പര്യം എന്നൊരു വസ്തുത വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ചിലപ്പോൾ വ്യത്യസ്ത മതത്തിലോ ജാതിയിലോ ഏജ് ഡിഫറൻസോ ഉള്ള ആളുകളാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ ചുറ്റുമുള്ളവരുടെ കൺസേൺ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തോന്നുന്നു. ഓക്കെ, ഹെറോഫൻ്റ്, സ്റ്റാർ, 6 ഓഫ് പെൻഡക്കിൾസ് എന്നിവയുടെ എനർജിയാണ്. സ്റ്റാർ പറയുന്നത് പ്രതീക്ഷ, ഇൻസ്പിറേഷൻ, പോസിറ്റീവ് എനർജി. ഈ കാർഡ് ഫ്യൂച്ചറിൽ കൂടുതലായി പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം, ഓർ അങ്ങനെ ചിന്തിച്ച് മാനിഫെസ്റ്റ് ചെയ്യൂ എന്നാണ്. ബന്ധത്തിന് ഒരു ബാലൻസ് ആൻഡ് റെസിപ്രോക്കസി എന്ന് വെച്ചാൽ പരസ്പര ബന്ധം എന്നിവ വേണം. ഈ കാർഡ് കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ചാണ് പറയുന്നത്. അത് എന്തായാലും ഇമോഷണൽ സപ്പോർട്ടാണെങ്കിലും ലവ് ആണെങ്കിലും റിസോഴ്സ്, അതായത് കാശ്, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും എന്തിനും ഒരു ബാലൻസ് വേണം. 6 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. അടുത്തത് എവിടെയൊക്കെയോ നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണം എന്ന് തോന്നുന്നു മുന്നോട്ട് പോകാൻ. അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് വിചാരിച്ച് കരഞ്ഞിരിക്കരുത്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം. പക്ഷേ സകലമാന പേരും മുന്നോട്ട് പോകാൻ ഏതെങ്കിലും വള്ളി പിടിക്കും. പിന്നെ വലിക്കുന്നതിനനുസരിച്ച് മുറുകുന്ന അതിൻ്റെ അറ്റവും പിടിച്ച് വലിയോട് വലിയാണ്. കെട്ടൊരിക്കലും അഴിയുമില്ല, നമ്മൾ ഒട്ടും നിർത്താനും പോണില്ല. ഇതാണ് പലരുടെയും സ്ഥിതി. അടുത്തത് ദ സണ്ണാണ്. ചിലർക്ക് പക്ഷേ ഇവിടെ സന്തോഷം, വിജയം, പോസിറ്റീവ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ബന്ധത്തിൽ.
എല്ലാവരും അത് ക്ലെയിം ചെയ്യുക. അടുത്തത് 7 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. ചില രഹസ്യങ്ങളെക്കുറിച്ച് വളരെയധികം ശ്രദ്ധ വേണം. നിങ്ങൾക്കറിയാവുന്നതാണ് എങ്കിൽ അത് പരസ്യമായി പറയാതിരിക്കുക ആ രഹസ്യങ്ങൾ. ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ പോകുന്നു, നിങ്ങളോട് പറയാതെ ഒളിച്ചു വെച്ചിരിക്കുന്നു. സോ ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്സ്. ചതി പറ്റാൻ ഇടയുണ്ട് എന്നാണ് 7 ഓഫ് സോർട്സ് പറയുന്നത്. അടുത്തത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾക്ക് സെൽഫ് സഫിഷ്യൻസി ഉണ്ടാകും ഇപ്പോൾ ഉണ്ട് എന്നാണ്. ധനികൻ, ധനിക അങ്ങനെയുള്ള ആൾക്കാരാണ്. സ്വയം വിശ്വസിക്കുക, നിങ്ങളുടെ ചോയ്സുകളെയും വിശ്വസിക്കുക. ഒന്നുകിൽ നിങ്ങൾ ഈ കോൺഫ്ലിക്ട്സുകൾ എല്ലാം സൊല്യൂഷൻ കാണണം, അല്ലെങ്കിൽ ആ കോൺഫ്ലിക്ട്സ് വരെ ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കണം. ഓവറോൾ എനർജി പറയുന്നത് അതാണ്. കോൺഫ്ലിക്റ്റ്, ടെൻഷൻ, ഒരു പരാജയപ്പെട്ടു എന്നൊരു തോന്നൽ, ചില കാര്യങ്ങൾ നിങ്ങളറിയാതെ മറച്ചു വെച്ചിട്ടുണ്ട്. ആ മറച്ചു വെച്ച കാര്യങ്ങളാണ് ഈ കോൺഫ്ലിക്ട്സ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഒന്നുകിൽ ഈ കോൺഫ്ലിക്ട്സിനെല്ലാം നിങ്ങൾ സൊല്യൂഷൻ കാണുക, അല്ലെങ്കിൽ അതിനെ വിട്ടുകളയുക, അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.